ഹായ് ഫ്രണ്ട്സ്, ഷുഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആട്ടോ. നമ്മളെപ്പോഴും ഒരേ രീതിയിലല്ലേ ചെയ്യാറ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളെൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ആളിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അയലയാണ് ഫ്രൈ ചെയ്യുന്നത്. അതിനായിട്ട് അയല നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അയലയുടെ തല കളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. നമ്മൾ ചതച്ചെടുക്കുമ്പോൾ വെളുത്തുള്ളിയുടെ തൊലി കൂടുതലായിട്ട് കളയരുത്. ഒന്ന് തൊലി കൊടുക്കണേ ചതച്ചെടുത്താൽ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്താലും മതി. ഇനി ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തതാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറും 2 ടീസ്പൂൺ റവയും പിന്നെ ഉണക്കമുളകൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതുകൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒരു നാരങ്ങ നീര് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിൽ കായം പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ മീൻ എപ്പോഴും പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ ഒരു പ്രത്യേകം ടേസ്റ്റാണ്. ഓയിൽ ലെയർ ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയിലാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് എല്ലാ ഫിഷും പാടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മീൻ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ചെറുതീയിലിട്ടിട്ട് ഇതുപോലെ 2 സൈഡും ഒരുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.